യൂത്ത് കോൺഗ്രസ് വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിൽ പാലക്കാടും വ്യാപക ക്രമക്കേട്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വയനാടിനായി സ്വരൂപിച്ച ഫണ്ട് വ്യാപകമായി ചെലവഴിച്ചുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറിവോടെയാണ് ഫണ്ട് ചെലവഴിച്ചതെന്നാണ് ആരോപണം ഉയരുന്നത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് വയനാട്ടിൽ വീട് വെച്ചുകൊടുക്കാനായി യൂത്ത് കോൺഗ്രസ് ഫണ്ട് ശേഖരണം ആരംഭിച്ചത്. സംസ്ഥാനത്തെ ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റിക്കും 2.5 ലക്ഷം രൂപ പിരിച്ചു നൽകാനായിരുന്നു നിർദ്ദേശം. ബിരിയാണി ചലഞ്ചും ന്യൂസ് പേപ്പർ ചലഞ്ചും നടത്തി ഫണ്ട് സമാഹരിച്ചു. കൂടാതെ വ്യവസായികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പണവും കൈപ്പറ്റി. പാലക്കാട്ടെ ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റിയും 1.5 ലക്ഷത്തിലധികം രൂപ പിരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയെങ്കിലും കണക്കുകൾ പുറത്തുവിടാൻ നേതൃത്വം തയ്യാറായില്ല. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വയനാടിനായി പിരിച്ച പണം വ്യാപകമായി ചെലവഴിച്ചെന്ന് ആരോപണവും ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറിവോടെയാണ് ഫണ്ട് മുക്കലും ചെലവഴിക്കലും നടന്നതെന്നാണ് ആരോപണം. പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാലക്കാട് നിന്ന് പിരിച്ച ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടണമെന്നാണ് ആവശ്യം. അതേസമയം ഡിവൈഎഫ്ഐ വയനാട് പുനരധിവാസത്തിനായി പിരിച്ച ഫണ്ടിന്റെ കണക്കുകൾ പുറത്തുവിട്ട് യൂത്ത് കോൺഗ്രസിനെ വെല്ലുവിളിച്ചു. വയനാടിനായി പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ പിരിച്ച ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്ന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ചോദിച്ചു. ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ 30 വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി സമാഹരിച്ച തുക വകമാറ്റി ചെലവഴിച്ചു എന്ന പരാതി ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് വെച്ച ഈ 1,78,00,000 രൂപയുടെ വിശദാംശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.